ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ തവണ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെയിമിങ്, അതായത് ബ്രാഞ്ചുള്ള, അത് ഒരു ബ്രാഞ്ചുള്ള കോമ്പൗണ്ട്സിനും ഒന്നിലധികം ബ്രാഞ്ചസ് ഉള്ള കോമ്പൗണ്ട്സിനും നമ്മൾ പേരിടാനൊക്കെ പഠിച്ചു. അപ്പം അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, എത്ര ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. 6 ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഈ 6 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് 6 കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം ഞാൻ എല്ലാത്തിൻ്റെയും പേരൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, സെക്കൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്, തേർഡ് ആൽഡിഹൈഡ്, ഫോർത്ത് കീറ്റോ, 5 ഹാലോ, 6 ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പം ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൈഡ്രോക്സിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഫസ്റ്റ് നമ്മൾ നോക്കുക, ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഹൈഡ്രോക്സിൽ. ഓക്കെ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊതുവായ പേര്, അതായത് ജനറൽ നെയിം ആണ് ആൽക്കഹോൾ. എന്താണ്? ആൽക്കഹോൾ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, ഹൈഡ്രോക്സിലിന്റെ ജനറൽ നെയിം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതാണ് ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ എഴുതണം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. മനസ്സിലായോ? അത് മാറിപ്പോകരുത്. ഓക്കെ, ഇതിനെ ഷോർട്ടാക്കി നമ്മൾ ഒന്നുകൂടി എഴുതും. അതാണ് OH. കണ്ടോ? OH. അപ്പോൾ OH എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് OH എന്ന് പറയുന്നത്. ഇതിന്റെ ജനറൽ നെയിം ചോദിച്ചാൽ എന്താണ്? അതാണ് ആൽക്കഹോൾ. ഓക്കെ, ഇത്ര മനസ്സിലായോ? നമ്മളിപ്പം ഫസ്റ്റ് പഠിച്ചത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ജനറൽ നെയിം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ എന്നതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെറിയ രീതിയിൽ എഴുതുന്നതാണ് OH. ഓക്കെ, അപ്പം നമ്മൾ എക്സാമിന് നിങ്ങളോട് OH എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്നേ എഴുതാവുള്ളൂ. ഓക്കെ, ജനറൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ആൽക്കഹോൾ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. CH3 CH2 CH2OH. ഓക്കെ, ഇങ്ങനൊരു കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഒരു കോമ്പൗണ്ടിനെ തന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇടണം. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്പർ കൊടുക്കുക. 1 2 3. ഓക്കെ, 1 2 3. അതായത് ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? 3 കാർബൺ ആറ്റവും അതിൻ്റെ കൂടെ ഒരു OH വന്നിട്ടുണ്ട് അല്ലേ? ഇത് ഏത് OH ആ? ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ OH. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ കൂടെ OH വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പിച്ചോണം, അത് ഫങ്ഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, ഇനി നമുക്ക് ഏത് പൊസിഷൻ നമ്പറിലാണ് OH വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എണ്ണിയപ്പോൾ 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ എടുക്കേണ്ടത്. നമ്മളപ്പോൾ ഏതാ എടുക്കേണ്ടത്? 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ഫസ്റ്റ് നമ്മൾ നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കാനുള്ളത് വേർഡ് റൂട്ട്. ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ വേർഡ് റൂട്ട് ഏതാ? മെത്ത് എത്ത പെൻറ്റ് അല്ലേ? സോറി, മെത്ത് എത്ത പ്രൊപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എഴുതണം 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് പ്രൊപ്പ് അല്ലേ? പ്രൊപ്പ്. അപ്പം ഈ ആൽക്കഹോൾ അല്ലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ വെറും പ്രൊപ്പ് എന്നല്ല എഴുതുന്നത്, പ്രൊപ്പാൻ. ഓക്കെ, പ്രൊപ്പാൻ എന്നാണ് നമ്മൾ എഴുതുന്നത്, പ്രൊപ്പാൻ. ഇനി OH ഏത് നമ്പറിലാണ് വന്നിരിക്കുന്നത്? 1ൽ. ഒരു ഹൈഫൻ കൊടുക്കുക, 1 ഇടുക. ഓക്കെ, ഇനി ഈ OHനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഓൾ. അതായത് ഈ ആൽക്കഹോളിന്റെ ഓൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? പ്രൊപ്പൻ 1 ഓൾ.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പ്രൊപ്പിൻ്റെ സ്ഥാനത്ത് ബ്യൂട്ടാവാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ബ്യൂട്ടാൻ 1 ഓൾ. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോൾ ആണെങ്കിൽ നിങ്ങൾ OH തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിൽ പേരിൻ്റെ കൂടെ ഒരു OL വേണം ചേർക്കാൻ. മനസ്സിലായോ? ബ്യൂട്ടാണെങ്കിൽ ബ്യൂട്ടൻ ഓൾ, പെൻറ്റ് ആണെങ്കിൽ പെൻറ്റൻ ഓൾ. ഓക്കെ, ഇങ്ങനെ വേണം എഴുതാൻ. പിന്നെ നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ബ്യൂട്ടാൻ 1 ഓൾ. അപ്പം ആൽക്കഹോൾ ആ വരുന്നതെങ്കിൽ ഓൾ എന്ന് വേണം നിങ്ങൾ ചേർക്കാൻ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്കപ്പോൾ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, അടുത്താണ് കാർബോക്സിൽ ആസിഡ്. ഉണ്ടോ? അതായത് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ജനറൽ നെയിമാണ് ആസിഡ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആസിഡ് എന്നാണ് കാർബോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ വീണ്ടും ചുരുക്കി എഴുതിയാൽ അത് COH എന്നാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഒരു രീതിയിലും കൂടെ എഴുതാം. C ഡബിൾ ബോണ്ട് OH. ഒന്നും പേടിക്കാനില്ല. ഈ O ഇല്ലേ, ഈ Oയെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് ഒരു 2 കമ്പെ കുത്തി നിർത്തിയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിൽ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടാകണം. ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം, അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ടെർമിനൽ അല്ലെങ്കിൽ അറ്റത്തായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഏറ്റവും അറ്റത്തായിരിക്കും ഈ കാർബോക്സിൽ അല്ലെങ്കിൽ ആസിഡ് കാണപ്പെടുന്നത്. ഇപ്പം OH നമ്മൾ ആൽക്കഹോളിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ആൽക്കഹോൾ ഇപ്പം നമ്മൾ ഏത് കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വരാം. പക്ഷെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ടെർമിനലിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അതുപോലെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കുക, ടെർമിനൽ അല്ലെങ്കിൽ അറ്റത്തായിരിക്കും ഇത് കാണപ്പെടുന്നത്, എപ്പോഴും അറ്റത്ത്. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മൾ നമ്പർ ഇടാറില്ല, പൊസിഷൻ നമ്പർ ഇടാറില്ല. ഓക്കെ, ഈ രണ്ട് പ്രത്യേകത കാർബോക്സിൽ ഗ്രൂപ്പ്സ് വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, എന്തൊക്കെയാ? ടെർമിനലിലായിരിക്കും വരുന്നത്, അതായത് ടെർമിനലിലായിരിക്കും COOH വരുന്നത്. പൊസിഷൻ നമ്പർ ഇതിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. CH3 CH2 CH2 COOH. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 അല്ലേ? ഇവിടെ 3 കാർബൺ ആറ്റമാണ് വന്നിരിക്കുന്നത്. 3 കാർബൺ ആറ്റം വരുമ്പോൾ ഏതാ? മെത്ത്, എത്ത്, പ്രൊപ്പ് അല്ലേ? അപ്പം നിങ്ങൾ ഓർക്കും ഇവിടെ ഒരു കാർബൺ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എഴുതുമ്പോൾ എത്ര കാർബൺ ഉണ്ടോ ആ കാർബണെ എല്ലാം എണ്ണണം. അതായത് ഈ 3 എണ്ണമല്ല, ഈ കാർബണെ കൂടെ നമ്മൾ എണ്ണിയിട്ട് വേണം പേര് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. ഓക്കെ, 4 കാർബൺ ആറ്റം ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലേ? അപ്പം ബ്യൂട്ടൻ എഴുതി. ഇനി ഈ OH വരുന്നതുകൊണ്ട്, COH വരുന്നതുകൊണ്ട് നമുക്ക് OIക്ക് എന്നാ ചേരും. ഉണ്ടോ? ഇത് ആസിഡ് ആയതുകൊണ്ട് ഒരു ആസിഡ് കൂടെ കൊടുക്കും, ബ്യൂട്ടനോയിക് ആസിഡ്. കണ്ടോ, ഇതിൻ്റെ പേരെന്തോ? ബ്യൂട്ടനോയിക് ആസിഡ്. ഇതിന് നമ്മൾ ടെർമിനലിലായിരിക്കും എപ്പോഴും കാണപ്പെടുന്നത്. ഇതിന് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കാറില്ല. നമ്മളിതിന് നേരിട്ട് നമ്മൾ വേർഡ് റൂട്ട് എഴുതുക, OIക്ക് കൊടുക്കുക, ആസിഡ് എഴുതുക. അപ്പോൾ ഇവിടെ ഇപ്പം 1 2 3 4 കാർബൺ വന്നതുകൊണ്ടാണ് നമുക്ക് ബ്യൂട്ടൻ OIക്ക് വന്നത്. ഇനി 5 എണ്ണം വന്നാലോ? പെൻറ്റനോയിക് ആസിഡ്. 6 എണ്ണം വന്നാലോ? ഹെക്സനോയിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 കാര്യം, ഇത് ടെർമിനലിലായിരിക്കും വരുന്നത്, ഇതിന് പൊസിഷൻ നമ്പർ നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ആൽഡിഹൈഡ്സ്.
നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ആൽഡിഹൈഡ്സ്. ഓക്കെ, ആൽഡിഹൈഡ്സ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, കാർബോക്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആൽഡിഹൈഡിലും ഞാൻ പറയാൻ പോകുന്നത്. കാരണം ആൽഡിഹൈഡും അറ്റത്താണ് വരുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡ്സും അറ്റത്തായിരിക്കും എപ്പോഴും വരുന്നത്. അതായത് ആ COOH വന്നതുപോലെ തന്നെ ആൽഡിഹൈഡും അറ്റത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിനും നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കാറില്ല. അപ്പോൾ കാർബോക്സിലും ആൽഡിഹൈഡും ഈ കാര്യങ്ങളിൽ ഒരുപോലെയാണ്. അറ്റത്തായിരിക്കും വരുന്നത്, പൊസിഷൻ നമ്പർ നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡ്സും ടെർമിനൽ അല്ലെങ്കിൽ അറ്റത്തായിരിക്കും വരിക. ഇതിനെ രണ്ടിനും നമ്മൾ നമ്പർ കൊടുക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സിനെ നമ്മൾ CHO എന്നാണ് എഴുതുന്നത്. ഓക്കെ, CHO. ഈ CHOയെ നമ്മൾ പിന്നെ ഒന്നുകൂടെ വേറൊരു രീതി മുമ്പ് എഴുതിയതുപോലെ എഴുതും. C+OH. അതായത് ഈ O എടുത്ത് ഇങ്ങോട്ടാക്കിയെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകത ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇത് ആൽഡിഹൈഡ് ആണെന്ന്. ഓക്കെ, മറ്റേ കാർബോക്സിലാണ് C+OH വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. CHO ആയിട്ടും വരാം, ഇങ്ങനെയും തരാം. ഓക്കെ, രണ്ട് രീതിയിൽ വന്നാലും ഈ സംഭവം ആൽഡിഹൈഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കി. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. CH3CH2CH2CHO. ഇവിടെ നിങ്ങൾ കണ്ടോ, ആൽഡിഹൈഡ് ഏറ്റവും അറ്റത്തല്ലേ എഴുതിയിരിക്കുന്നത്? കണ്ടോ, CHO ഇവിടെ അറ്റത്തല്ലേ എഴുതിയിരിക്കുന്നത്? നേരത്തെ നമ്മൾ ആസിഡ് എഴുതിയ പോലെ തന്നെ എഴുതുന്നതാണ് ആൽഡിഹൈഡും. ഓക്കെ, ഇനി ഇതിൻ്റെ പേരിടുന്നത് നോക്ക്. 4 കാർബൺ അല്ലേ? 1 2 3 4. ഈ കാർബണും നിങ്ങൾ എണ്ണണം കേട്ടോ, അല്ലാതെ ഈ CH2 കൊണ്ട് നിർത്തരുത്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, CHOയിൽ ഒരു കാർബൺ ഉണ്ട്. ആ കാർബൺ ആറ്റം കൂടെ നിങ്ങൾ എണ്ണിയിട്ട് മാത്രമേ വേർഡ് റൂട്ട് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 4 കാർബൺ. സോ ഇതേതാ? ബ്യൂട്ട് അല്ലേ? നമുക്ക് മനസ്സിലായി, ബ്യൂട്ടാണ്. 4 കാർബൺ വരുമ്പോൾ മെത്ത് എത്ത് പ്രോ ബ്യൂട്ട്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ആൽഡിഹൈഡിൻ്റെ കണ്ടോ, ആളില്ലേ, ആളും കൂടെ ചേർക്കണം ആൽഡിഹൈഡിൻ്റെ. അപ്പോൾ എങ്ങനെ വരുന്നു? ബ്യൂട്ടനാൽ. മനസ്സിലായോ? ആൽഡിഹൈഡ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ വേർഡ് റൂട്ടിൻ്റെ കൂടെ ആൾ കൂടി ചേർക്കണം. ആൽഡിഹൈഡിൻ്റെ AL. കണ്ടോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഓൾ അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതാ? ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ ഓൾ ചേർക്കും. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൾ ചേർക്കും. കാർബോക്സിൽ ആണെങ്കിൽ എന്ത് ചേർക്കും? ഓയിക്ക് ചേർക്കും അല്ലേ? ഓയിക്ക് ചേർക്കും. അതുപോലെ ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ ചേർക്കുന്നതാണ് ആൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് കീറ്റോ ഗ്രൂപ്പ്. ഏതാ? കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് കീറ്റോ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, കീറ്റോ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? കീറ്റോ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലായിരിക്കും കീറ്റോ ഗ്രൂപ്പുകൾ എപ്പോഴും വരുന്നത്. ഓക്കെ, എവിടെയാണ്? നമ്മൾ പറഞ്ഞു കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡ്സും എവിടെയാണ് വരുന്നത്? അറ്റത്തായിരിക്കും വരുന്നത്. അതിന് പൊസിഷൻ നമ്പർ നമ്മൾ കൊടുക്കാറില്ല. അതുപോലെ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ മാത്രമേ വരാറുള്ളൂ. ഓക്കെ, അതാണ് കീറ്റോ ഗ്രൂപ്പിന്റെ പ്രത്യേകത. ഓക്കെ, കീറ്റോ ഗ്രൂപ്പിനെ നമ്മൾ എഴുതുന്നതാണ് CO. ഓക്കെ, CO വരുന്നതെല്ലാം കീറ്റോ ഗ്രൂപ്പുകളാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? C+O. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. CH3CH2CH2CO CH3. കണ്ടോ, CO വന്നിരിക്കുന്ന 2 കാർബണാറ്റങ്ങളുടെ ഇടയിലല്ലേ? ഇനി ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? നമ്പർ കൊടുക്കണം. ഞാൻ കാർബോക്സിൽ ഗ്രൂപ്പിനും ആൽഡിഹൈഡ്സിനും മാത്രമേ പൊസിഷൻ നമ്പർ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിനും പൊസിഷൻ നമ്പർ കൊടുക്കാതിരിക്കരുത്. കാർബോക്സിൽ ഗ്രൂപ്പിനും ആൽഡിഹൈഡ്സിനും മാത്രമേ പൊസിഷൻ നമ്പർ ഇടാതെ ഇരിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ഗ്രൂപ്പ്സിനും പൊസിഷൻ നമ്പർ ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് നമുക്ക് പൊസിഷൻ നമ്പർ കൊടുക്കാം. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടെ 1 2
3 4 5. ഓക്കെ, ഇതിൽ CO കിടക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? CO ഏത് നമ്പറിലാണ് ഏറ്റവും ചെറിയ? ഇവിടുന്ന് എണ്ണിയപ്പോൾ 4-ലും ഇവിടുന്ന് എണ്ണിയപ്പോൾ 2-ലും. അപ്പം നമുക്ക് ഏതാ എടുക്കേണ്ടത്? ഏറ്റവും ചെറിയ നമ്പറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഏതാണ് എടുക്കുന്നത്? 2. ഓക്കെ, അപ്പം നമ്മൾ ഈ 2 എടുത്തു. ഇനി നമ്മൾ ആൽക്കഹോളിന് എങ്ങനെയാണോ പേരിട്ടത് അതേപോലെ തന്നെ ഇതിനും പേരിടണം. ഓക്കെ, ഇവിടെ എത്ര കാർബൺ വരുന്നുണ്ട്? 1 2 3 4 5 5 വരുന്നുണ്ട് അല്ലേ? 5 എണ്ണം വരുമ്പോൾ ഏതാ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആൽക്കഹോളിന് പേരിട്ട പോലെ എഴുതിക്കണം. പെൻറ്റാൻ. പെൻറ്റാൻ. ഇവിടെ പൊസിഷൻ നമ്പർ ഏറ്റവും ചെറുത് 2. പെൻറ്റാൻ 2. ഇനി ഓണാ ചേർക്കേണ്ടത്. ഓൺ. 1 അല്ല, ഓൺ. കീറ്റോണിൻ്റെ ഓൺ കേട്ടോ. കീറ്റോൺ എന്ന് പറയുന്ന കീറ്റോ ഗ്രൂപ്പ് അല്ലേ ഇത്? അപ്പം കീറ്റോണിൻ്റെ ഓൺ വേണം നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റിൽ ചേർക്കാൻ. ഓക്കെ, അപ്പം നമ്മളിപ്പം പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് വൺ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പഠിച്ചു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ജനറൽ നെയിം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. അത് OH എന്നാണ് വരുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ അവസാനം നമ്മൾ ഓൾ എന്ന് വേണം ചേർക്കാൻ. പ്രൊപ്പൻ 1 ഓൾ, ബ്യൂട്ടനോൾ, പെൻറ്റനോൾ. ഓക്കെ, ഓൾ വരുന്നതെല്ലാം ആൽക്കഹോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പും ഞാൻ പറഞ്ഞു, കാർബോക്സിൽ ഗ്രൂപ്പിനും മൂന്നാമത് പഠിച്ച ആൽഡിഹൈഡിനും ഒറ്റ പ്രത്യേകതയാണ്. രണ്ടിനും കൂടെ ഒറ്റ പ്രത്യേകതയാണുള്ളത്. 2 പേർക്കും നമ്മൾ എന്ത് കൊടുക്കാറില്ല? പൊസിഷൻ നമ്പർ കൊടുക്കാറില്ല. അതേപോലെ ഈ 2 എണ്ണവും ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റിലായിരിക്കും വരുന്നത്. അങ്ങനെയാണ് അതിനെ 2നെ തിരിച്ചറിയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, അടുത്ത ഗ്രൂപ്പ് നമ്മളിപ്പോൾ പഠിച്ചതാണ് ഏത്? കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പിന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? കീറ്റോ ഗ്രൂപ്പിനെ ആൽക്കഹോളിന് കൊടുക്കുന്ന പോലെ തന്നെ പെൻറ്റാൻ 2 എഴുതിയിട്ട് കീറ്റോണിൻ്റെ ഓൺ ചേർക്കണം. ആൽഡിഹൈഡ് ആണെങ്കിൽ ലാസ്റ്റിൽ ആൾ ചേർക്കണം. ഓക്കെ, കാർബോക്സിലാണ് എങ്ങനെ ചേർക്കും? ഓയിക് ആസിഡ് ചേർക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം ഇത് പെൻറ്റാൻ 2 ഓൺ. ഓക്കെ, കീറ്റോണിൻ്റെ ഓൺ ആണ് ലാസ്റ്റ് വരുന്നത്. ഇവിടെ ഓണിന് പകരം ഓൾ ആയാൽ അത് ആൽക്കഹോൾ ആയി പോകും. അത് പ്രത്യേകം ഓർക്കണം. ഇവിടെ ഓണിന് പകരം ഓൾ എഴുതരുത്. ഓൾ ആയാൽ ഇത് പിന്നെ കീറ്റോ ഗ്രൂപ്പ് അല്ല, പിന്നെ ഇത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായി മാറും. ഓക്കെ, അതെപ്പോഴും ഓർക്കണം. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ ഓരോന്നും എടുത്ത് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് എളുപ്പമാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമ്മൾ എക്സാമിന് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മറന്നുപോകും. അത് കാരണം നിങ്ങൾ നന്നായിട്ട് ഓരോ ഗ്രൂപ്പും സെപ്പറേറ്റ് ആയിട്ട് എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹാലോ ഗ്രൂപ്പ്. എന്താണ് ഹാലോ ഗ്രൂപ്പ്? എന്താണ് ഹാലോ ഗ്രൂപ്പ്? അപ്പം ഹാലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതാണ്, ഹാലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ടീമുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഈ ടീംസ് വരുന്നതിനെയാണ് ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നോ അപ്പോൾ നിങ്ങൾ ഓർത്തോണം ഇത് ഹാലോ ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CH3 CH CH2 CH3. ഈ CHൽ ഒരു ക്ലോറിൻ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ Cl എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലോറിൻ ആണ് അല്ലേ? അപ്പോൾ ഈ ക്ലോറിൻ വന്നാൽ നിങ്ങൾ ക്ലോറിൻ എന്നല്ല എഴുതേണ്ടത്, ക്ലോറോ എന്ന് വേണം പറയാൻ. ഓക്കെ, ക്ലോറിൻ വരുവാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ക്ലോറോ. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ വന്നാലോ? ഫ്ലൂറോ. അയഡിൻ വന്നാൽ അയഡോ. ബ്രോമിൻ വന്നാലോ? ബ്രോമിൻ വന്നാൽ ബ്രോ അല്ല, ബ്രോമോ. ഓക്കെ, ബ്രോമോ എന്ന് വേണം നിങ്ങൾ വിളിക്കാൻ. ഓക്കെ, അപ്പം ക്ലോറിൻ വന്നാൽ ക്ലോറോ, ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ, അയഡിൻ വന്നാൽ അയഡോ, ബ്രോമിൻ വന്നാൽ ബ്രോമോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് പേരിടാം. ഓക്കെ, ഈസി ആയിട്ട് പേരിടണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? നമ്പർ ചെയ്യണം. ഓക്കെ, 1 2 3 4. 1 2 3 4. ഇവിടെ ഏത് കാർബണയിലാണ് ഏറ്റവും ചെറിയ സംഖ്യ വന്നിരിക്കുന്നത്? ക്ലോറിൻ വന്നിരിക്കുന്നത് ഏതാണ്? ഇവിടെ നിന്ന് എണ്ണിയപ്പോൾ 2ലും ഇവിടെ നിന്ന് എണ്ണിയപ്പോൾ 3ലും. സോ നമ്മൾ ഏതാ ചെറുതെടുക്കേണ്ടത്? 2 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
ഹാലോ ഗ്രൂപ്പിന് നിങ്ങൾ ഇനി അടുത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടണം. ഹാലോ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്പർ വേണം ആദ്യം എഴുതാൻ. ഓക്കെ, ആദ്യം നമ്മൾ ഈ പൊസിഷൻ നമ്പർ കണ്ടുപിടിച്ച നമ്പർ വേണം ഹാലോ ഗ്രൂപ്പിന് ആദ്യം എഴുതാൻ. ഓക്കെ, അപ്പം ഞാൻ എഴുതി 2, കണ്ടോ, 2 എഴുതി. നെക്സ്റ്റ് നമ്മൾ ഈ Cl എന്തുവാ, ക്ലോറോ, ക്ലോറോ. ഇനി നമ്മൾ വേർഡ് റൂട്ട്, എത്ര കാർബൺ ഉണ്ട്, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. സോ ബ്യൂട്ടെയിൻ, ബ്യൂട്ടെയിൻ, കണ്ടോ, ബ്യൂട്ടെയിൻ. ഇങ്ങനെ വേണം ഹാലോ ഗ്രൂപ്പിന് എഴുതാൻ. ഇവിടെ ഇപ്പം ഫ്ലൂറിനായിരുന്നു, ഇപ്പം എഫ് ആയിരുന്നു ഇവിടെ വന്നതെങ്കിൽ, ഇവിടെ എഫ് ആയിരുന്നു വന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും, 2 ഫ്ലൂറോ ബ്യൂട്ടെയിൻ. ഇനി ബ്രോമിനാ വന്നതെങ്കിലോ 2 ബ്രോമോ ബ്യൂട്ടെയിൻ. ഇനി അയഡിനാ വന്നതെങ്കിലോ 2 അയഡോ ബ്യൂട്ടെയിൻ. മനസ്സിലായോ, മനസ്സിലായോ പേരിടുന്നത്? ഫസ്റ്റ് ഹാലോ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ വേണം മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും അവസാനമുള്ള ആളെ പഠിക്കാം, ആൽക്കോക്സി. ഓക്കെ, ആൽക്കോക്സി എന്ന് പറയുന്നതിന്റെ ജനറൽ നെയിം ഈഥർ ആണ്. എന്താണ്, ഈഥർ. ഈഥറിനെയാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് RO. ഓക്കെ, RO. ഇനി ഇതിനെ സൂചിപ്പിക്കുന്ന RO എന്നാ, അത് ഓർത്തിരുന്നാൽ മതി. ഇനി മുമ്പേ കീറ്റോ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പിലും കാർബണിന്റെ ഇടയിലായിരിക്കും എന്ത് വരുന്നത്, കാർബണിന്റെ ഇടയിലായിരിക്കും ഈ ഗ്രൂപ്പുകൾ വരുന്നത്, കീറ്റോ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇനി നോക്കിയേ, O വന്നാൽ, ഇപ്പം ഇവിടെ നോക്കിയേ, CH3 CH2 CH2 O CH3, O വന്നാൽ അത് ആൽക്കോക്സി അല്ലെങ്കിൽ ഈഥർ ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചോണം, O വരുവാണെങ്കിൽ അത് ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഓയുടെ അപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്. ഓക്കെ, നോക്കിയേ, ഓയുടെ അപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്, 1 2 3. ഓയുടെ അപ്പുറത്ത് 3 കാർബൺ ഉണ്ട്. ഓയുടെ ഇപ്പുറത്തോ 1 കാർബൺ മാത്രമേ ഉള്ളൂ, അല്ലേ? ഓക്കെ, അപ്പം ഏറ്റവും ചെറുതുള്ളത് എവിടെയാണ്, ഇവിടെയാണ് ഏറ്റവും ചെറുതുള്ളത്, ഒരെണ്ണം. ഓക്കെ, സോ ഇനി നിങ്ങൾ ഓർക്കുക, ചെറുതിൻ്റെ കൂടെ നമ്മൾ ഓക്സി, വലുതിൻ്റെ കൂടെ എയിൻ. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ചേർക്കാൻ. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ചെറുതെടുക്കാം. ചെറുത് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്, 1 കാർബൺ. സോ മെത്ത്, അല്ലേ, മെത്ത്. അപ്പം ചെറുത് നമുക്ക് മെത്താ കിട്ടിയത്. ഓക്കെ, ചെറുതിൻ്റെ കൂടെ ഒരു ഓക്സി എന്നുകൂടെ ചേർക്കുക. അപ്പം മെത്താണ് ചെറുത്, അപ്പം മെത്തിൻ്റെ കൂടെ ഒരു ഓക്സി ചേർക്കുമ്പോൾ മെത്തോക്സി. ഓക്കെ, ഇനി വലുതാരാ, മെത്ത്, എത്ത്, പ്രൊപ്പ്. ഓക്കെ, പ്രൊപ്പ് എഴുതി, വലുത് പ്രൊപ്പ്. അതിൻ്റെ കൂടെ എന്താ ചേർക്കേണ്ടത്, വലുതിൻ്റെ കൂടെ എയിൻ എന്ന് ചേർക്കണം. സോ പ്രൊപ്പെയിൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, എവിടെയാണോ ഇപ്പോൾ O വന്നിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. അതിൽ ചെറുത് എവിടെയാണോ ആ ചെറുതിൻ്റെ കൂടെ നിങ്ങൾ വേർഡ് റൂട്ട് എഴുതിയിട്ട് ഓക്സി എന്ന് ചേർക്കുക. വലുതിൻ്റെ ആണെങ്കിൽ അതിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ വേർഡ് റൂട്ട് എടുത്തിട്ട് എയിൻ എന്ന് ചേർക്കുക. ഓക്കെ, ഇവിടെ ചെറുതിൻ്റെ കൂടെ 1 കാർബണേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ മെത്ത് ഓക്സി. വലുത് മെത്ത്, എത്, പ്രൊപ്പ് 3 എണ്ണം ഉള്ളത് കൊണ്ട് പ്രൊപ്പ് എയിൻ ചേർത്തു. ഓക്കെ, മനസ്സിലായോ? ഇനി അപ്പം നമുക്കപ്പോൾ ഇതിൻ്റെ പേരെന്താ കിട്ടിയത്, മെത്തോക്സി പ്രൊപ്പെയിൻ. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ, മെത്തോക്സി പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ. മനസ്സിലായോ പേര്? ഇനി ഇവിടെ 1 കാർബണും കൂടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ 4ഉം ഇവിടെ 2ഉം ആണെന്ന് വെച്ചോ. അപ്പം ചെറുത് 2 അല്ലേ, 2 എന്ന് പറയുമ്പോൾ ഏതാ, മെത്ത്, എത്ത്. അപ്പം എത്തോക്സി ആയിപ്പോവും. പിന്നെ 4 കാർബൺ എന്ന് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, ബ്യൂട്ട് എ. അപ്പം എത്തോക്സി ബ്യൂട്ടെയിൻ എന്ന് വരും. അപ്പോൾ മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ്, ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ ചെറുത്, അതായത് O എവിടാണോ വരുന്നത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കാർബൺ ആറ്റങ്ങൾ എണ്ണിയിട്ട് ചെറുതെടുത്തിട്ട് അതിൻ്റെ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഒരു ഓക്സി എന്ന് ചേർക്കുക.
വലുത് ബിഗ് ഏതാണോ അതെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു എയിൻ എന്ന് ചേർക്കുക. അപ്പോൾ ഈ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ പേരായി. മനസ്സിലായോ? ഓക്കെ. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ചെറുതിൽ നിന്നും വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുക. അതായത് ഫസ്റ്റ് എവിടെയാണോ ചെറുത് അതിന് പേരിട്ടതിന് ശേഷം മാത്രമേ അടുത്തതിന് പേരിടാൻ പാടുള്ളൂ. ഇവിടെ ചെറുത് CH3 മെത്തോക്സി ആയതുകൊണ്ട് ആദ്യം മെത്തോക്സി എഴുതിയതിന് ശേഷമാണ് നമ്മൾ ബ്യൂട്ടൈൻ എഴുതി, പ്രൊപ്പൈൻ എഴുതി, പ്രൊപ്പൈൻ എഴുതിയത്. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് 6 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോക്സിൽ. ഫസ്റ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പഠിച്ചു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ ജനറൽ നെയിം ആൽക്കഹോൾ ആണ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് OH എന്നാണ്. OH എന്നാണ്. അതിന് നമ്മൾ ഒരു കോമ്പൗണ്ട് തരുമ്പോൾ അതിൻ്റെ കൂടെ OH വരികയാണെങ്കിൽ അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും. അതിനെ നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുക. പൊസിഷൻ നമ്പർ കൊടുത്തതിന് ശേഷം ഏത് ചെറിയ നമ്പറിൻ്റെ അടുത്താണോ OH വന്നിരിക്കുന്നത് അത് വെച്ചിട്ട് അതിന് വേർഡ് റൂട്ട് കൊടുക്കുക. വേർഡ് റൂട്ട് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ അതിന് വേർഡ് റൂട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലൈന് ഓൾ എന്ന് ചേർക്കുക. ആൽക്കഹോളിൻ്റെ ഓൾ ചേർക്കുക. അങ്ങനെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പേരിടുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡും ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ടെർമിനൽ പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ അറ്റത്തായിരിക്കും എപ്പോഴും വരുന്നത്. കാർബോക്സിലാണെങ്കിൽ COOH ആയിരിക്കും. ഓക്കെ, അപ്പം കാർബോക്സിൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പേരിൻ്റെ കൂടെ ഓയിക് ആസിഡ് എന്നുകൂടി ചേർക്കും. ഓക്കെ, ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ പേരിടുമ്പോൾ ലാസ്റ്റിൽ ആൾ എന്നുകൂടി അതിൻ്റെ കൂടെ ചേർക്കും. ഈ രണ്ടെണ്ണത്തിനും പൊസിഷൻ നമ്പർ നമ്മൾ കൊടുക്കാറില്ല. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, കീറ്റോ ഗ്രൂപ്പ് വരുമ്പം കീറ്റോ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കീറ്റോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കീറ്റോ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലായിരിക്കും കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. അതായത് ഒരു CO, കീറ്റോയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് CO എന്നാണ്. CO ഏത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വന്നാലും ഓർത്തോണം അത് കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും. അതിനുശേഷം അതിന് പൊസിഷൻ നമ്പർ കൊടുക്കുക. പൊസിഷൻ നമ്പർ കൊടുത്ത് പേരിൻ്റെ ലാസ്റ്റിൽ ആൽക്കഹോളിന് എങ്ങനെയാണോ പേരിട്ടത് അതേപോലെ തന്നെ പേരിട്ട് ലാസ്റ്റിൽ ഓളിന് പകരം ഓൺ ചേർക്കുക. ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ ഓൾ ആയിരുന്നു ചേർക്കുന്നത്, കീറ്റോൺ ആയതുകൊണ്ട് നമ്മൾ ഓൺ എന്ന് ചേർക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചത് ഹാലോ ആണ്. ഹാലോയിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ ഇത്രയും ടീംസ് വരുന്നതിനെയാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതെവിടെയാണോ വരുന്നതെന്ന് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ക്ലോറിൻ ആണ് വന്നതെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ, അങ്ങനെ വേണം നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ. ഓക്കെ, പിന്നെ അപ്പം നമ്മൾ അതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ പഠിച്ചു. ഹാലോ ഗ്രൂപ്പിന് നമ്പർ വേണം ആദ്യം എഴുതാൻ. ഏത് പൊസിഷൻ നമ്പർ, ചെറിയ ഏതാണോ പൊസിഷൻ നമ്പർ വന്നിരിക്കുന്നത് ആ നമ്പർ ആദ്യം എഴുതിയതിന് ശേഷം, ഇപ്പം 2 ആണെങ്കിൽ 2 ക്ലോറോ അല്ലെ 2 ബ്രോമോ 2 അയഡോ എന്നിട്ട് വേണം നമ്മൾ ബ്യൂട്ടൈൻ ആണോ പെൻറ്റൈൻ ആണോ എന്ന് പേര് നൽകാൻ. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ആൽക്കോക്സി. ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ ജനറൽ നെയിം എന്ന് പറയുന്നത് ഈഥർ ആണ്. അതിനെ നമ്മൾ RO എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി കീറ്റോ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പിലും കാർബണിൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. അതായത് 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു O മാത്രം വന്നാൽ അത് ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരിക്കും. CO ആണെങ്കിൽ അത് കീറ്റോ ആയിരിക്കും. O മാത്രമാണ് വരുന്നതെങ്കിൽ അത് ആൽക്കോക്സി ആയിരിക്കും, അല്ലെങ്കിൽ ഈഥർ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ ഓയുടെ അപ്പുറത്ത് എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, ഇപ്പുറത്ത് എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, അതിൽ ഏറ്റവും ചെറിയ കാർബൺ ആറ്റങ്ങൾ ഏതാണോ ആ ചെറുതിൻ്റെ കൂടെ ഒരു ഓക്സി എന്നും വലുത് ഏതാണോ വലുതിൻ്റെ കൂടെ എയിൻ എന്നും ചേർത്ത് അതിന് പേരിടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.